ഹലോ ഫ്രണ്ട്സ്, ബീയിങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ടൈമായിരിക്കും. അതേപോലെ തന്നെ ആ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂഷൻസ് ഉള്ളൊരു സമയമായിരിക്കും. അപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരിക്കും? സുഖപ്രസവമായിരിക്കണം, അതേ ഒരു നോർമൽ ഡെലിവറി ആയിരിക്കണം എന്നതായിരിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഖപ്രസവം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാം, ഇങ്ങനെ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലളിതമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും പറയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വിശ്രമിക്കാതെ കുറച്ചൊക്കെ നേരം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ദിവസം ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ചെറിയ രീതിയിലുള്ള നടത്തമൊക്കെ നല്ലതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊക്കെ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഹോബീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നടത്തം, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ മസിൽസ്, പെൽവിക് ഏരിയയിലുള്ള മസിൽസൊക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ ടെൻഷൻസും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാം, നമുക്ക് വരാൻ പോകുന്ന പുതിയ ബേബീനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, ബേബീനോട് സംസാരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടും അതേപോലെ തന്നെ ശാരീരികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള വിറ്റാമിൻസ്, അതേപോലെ തന്നെ പ്രോട്ടീന്, അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് എടുത്തു വരിക, വിറ്റാമിൻ ഗുളികകളൊക്കെ കറക്റ്റായിട്ട് എടുത്തു വരിക. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇലക്കറികൾ, അത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ധാരാളം കഴിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഒരുപാട് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് സാധാരണക്കാരെക്കാളും കുറച്ചും കൂടി ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ബ്രീത്തിങ് എക്സസൈസ്. എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാനൊരു 7th മന്ത് മുതൽ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലും അതേപോലെ തന്നെ രാവിലെയൊക്കെ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡെലിവറി ടൈമിൽ ആ ഒരു പെയിനും അതേപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പേളിമണീൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വിടുക, അങ്ങനെയുള്ള രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രീത്തിങ് എക്സസൈസ് എന്തുകൊണ്ടും ഒരു ഗർഭിണിക്ക് വളരെ നല്ലതാണ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഡെലിവറി ടൈമിലുള്ള ആ പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ പെയിനൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും കേട്ടോ. ബ്രീത്തിങ് എക്സസൈസാണ് നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത്. അടുത്തതായി നോർമൽ ഡെലിവറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ഉറക്കം, അതേപോലെ തന്നെ നല്ല പോസിറ്റീവ് ചിന്തകൾ. അപ്പോൾ നല്ല ഉറക്കം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും, ചില പഴയ ആൾക്കാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഗർഭിണികൾ അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങാൻ പാടില്ല. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഗർഭിണികളായവർ ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ വേണം.
പ്രത്യേകിച്ച് നമുക്ക് ഒരു 6 മാസം 7 മാസമൊക്കെ കഴിയുന്ന സമയത്ത് ബേബിയും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കാലുവേദന ഊരവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷമൊക്കെ ഒന്ന് വിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിശ്രമം അതേപോലെ തന്നെ ഉറക്കം നല്ല പോസിറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് സുഖപ്രസവമാകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ പോസിറ്റീവ് ചിന്തകളെന്ന് പറയുന്നത് പലർക്കും പല കഥകളുണ്ടാവും ഗർഭകാലത്തെക്കുറിച്ച് പറയാനോ അതേപോലെ തന്നെ ഡെലിവറി സ്റ്റോറികളായിട്ടൊക്കെ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്നതായിരിക്കും, ചിലപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവരുടെ ശരീരവും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലത് മാത്രം കേട്ടിട്ട് നല്ല പോസിറ്റീവ് ചിന്തയായിട്ട് ഇരിക്കുക. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നല്ല ഉറക്കം, ഇത് രണ്ടും നല്ല പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖപ്രസവം ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഡോക്ടർ പറയുന്നുണ്ടാവുക. ചിലർക്ക് നല്ല രീതിയിലുള്ള റെസ്റ്റ് വേണ്ടി വരും, ചിലർക്ക് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പലർക്കും പല രീതിയിലായിരിക്കും ആ ഒരു സമയത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ എന്താണോ പറയുന്നത്, ഡോക്ടർ എന്താണോ മെഡിസിനൊക്കെ എഴുതി തരുന്നത് അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. ഡോക്ടർ പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കുക. ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്തു പോവുക. ഇതുപോലെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സുഖപ്രസവം തന്നെ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ വ്യായാമം എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ആൾക്കാർ അതിന് മുമ്പ് നമ്മുടെ ഡോക്ടറോട് ചോദിക്കുക, നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏത് ആഴ്ച മുതലാണ്, എത്രാം വീക്ക് മുതലാണ് നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏത് ഡോക്ടറാണോ കാണിക്കുന്നത് അയാൾ വ്യക്തമായിട്ട് നമുക്കുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗർഭിണി ആയിരിക്കുന്നതിൻ്റെ അവസാന മാസങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നവരാണ് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് എക്സസൈസ് ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യാട്ടോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു സമയം അതിന് മാറ്റി വെച്ചിട്ട് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് സുഖപ്രസവം ആയിരിക്കില്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതേപോലെ തന്നെ ഡെക്ക് വാക്ക്, പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കുക, അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നടത്തായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ നമ്മളെ ശരീരത്തിലുള്ള മസിൽസൊക്കെ ലൂസാവും. അതേപോലെ തന്നെ പെൽവിക് ഏരിയയിലുള്ള മസിലൊക്കെ ലൂസാവണം. അത് ആ ഒരു സമയത്ത് പ്രസവത്തിന് സമയത്ത് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എക്സസൈസുകളൊക്കെ തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെ ശരീരവും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് നാം പാതി ദൈവം പാതി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാം. ആ ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും സിസേറിയനൊക്കെ ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. എത്രത്തോളം നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുക. പിന്നെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം.
അപ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോവും. അപ്പോൾ സ്ട്രെസ് ഇല്ലാതായാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നോർമൽ ഡെലിവറി ഒക്കെ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവ് ചിന്തകളോട് കൂടി ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഗർഭിണിയായിട്ടുള്ള സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഗർഭിണീൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വീട്ടിലുള്ളവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങളെ ചുറ്റിലും ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.